നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് എപ്പോഴാണ് ഒരാളെ തടഞ്ഞു നിർത്താനും പരിശോധിക്കാനും അല്ലെങ്കിൽ സാധനങ്ങൾ പിടിച്ചെടുക്കാനും എന്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരം കിട്ടുന്നത്? ഇന്ന് നമ്മൾ നോക്കുന്നത് 1962 കസ്റ്റംസ് നിയമത്തിലെ ഈ അധികാരങ്ങളെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് അധ്യായം 13. നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും പുതിയ ഭേദഗതികളുള്ള നിയമരേഖയാണ്, 2025 സെപ്റ്റംബർ വരെയുള്ളത്. അപ്പോൾ ഈ അധികാരങ്ങളും ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശങ്ങളും എങ്ങനെയാണ് നിയമം ബാലൻസ് ചെയ്യുന്നത്? നമുക്ക് വിശദമായി നോക്കാം, അല്ലേ? തീർച്ചയായും. നമുക്ക് തുടങ്ങാം. അധ്യായം 13 തുടങ്ങുന്നത് തന്നെ ഈ വ്യക്തികളെ പരിശോധിക്കാനുള്ള അധികാരത്തിൽ നിന്നാണ്. സെക്ഷൻ 100. ശരി. ഇത് പ്രോപ്പർ ഓഫീസറിന്, അതായത് ആ ചുമതല നിർവഹിക്കാൻ അധികാരമുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ചില സാഹചര്യങ്ങളിൽ വ്യക്തികളെ പരിശോധിക്കാൻ അധികാരം നൽകുന്നു. എപ്പോഴാണ് ഈ അധികാരം ഉപയോഗിക്കാൻ പറ്റുക? വെറുതെ ഒരു സംശയം തോന്നിയാൽ മതിയോ? പോരാ. നിയമം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, റീസൺ ടു ബിലീവ് വേണം. റീസൺ ടു ബിലീവ്. അതെ, അതായത് ആ വ്യക്തിയുടെ ശരീരത്തിൽ കണ്ടുകെട്ടാൻ സാധ്യതയുള്ള സാധനങ്ങൾ, ഗുഡ്സ് ലയബിൾ ടു കോൺഫിസ്കേഷൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളോ മറ്റോ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്കതായ ന്യായമായ കാരണം വേണം. ഇത് വെറുമൊരു തോന്നലല്ല, ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമായിരിക്കണം. ആരെയൊക്കെയാണ് സാധാരണ എങ്ങനെ പരിശോധിക്കാൻ സാധ്യത? സെക്ഷൻ 102 പറയുന്നുണ്ട്, ഇന്ത്യയിലേക്ക് വരുന്നവർ, പുറത്തേക്ക് പോകുന്നവർ, കസ്റ്റംസ് ഏരിയയിലുള്ളവർ, പിന്നെ ഇന്ത്യൻ കസ്റ്റംസ് വാട്ടേഴ്സിലുള്ള കപ്പലിലോ വിദേശയാത്ര ചെയ്യുന്ന വിമാനത്തിലോ അതിർത്തി കടന്നെത്തുന്ന വാഹനത്തിലോ ഉള്ളവരൊക്കെ ഇതിൽ വരും. ഈ കണ്ടുകെട്ടാൻ സാധ്യതയുള്ള സാധനങ്ങൾ എന്നു പറഞ്ഞാൽ അത് കള്ളക്കടത്ത് സാധനങ്ങൾ തന്നെ ആകണോ? അങ്ങനെയൊന്നുമില്ല. ഗുഡ്സ് ലയബിൾ ടു കോൺഫിസ്കേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് നിയമം ലംഘിച്ചു കൊണ്ടുവരുന്നതോ കൊണ്ടുപോകുന്നതോ ആയ എന്തുമാകാം. ചിലപ്പോൾ ഡ്യൂട്ടി അടയ്ക്കാത്ത സാധനങ്ങളാകാം. ശരി. അല്ലെങ്കിൽ ഇറക്കുമതി കയറ്റുമതി നിയമങ്ങൾ തെറ്റിച്ചതാകാം. എന്നാൽ സെക്ഷൻ 101 കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. അതെന്താണ്? അത് നിരോധിത സാധനങ്ങൾ, അതായത് പ്രൊഹിബിറ്റഡ് ഗുഡ്സ് കൈവശം വെച്ചിട്ടുണ്ടെന്ന് റീസൺ ടു ബിലീവ് ഉണ്ടെങ്കിൽ സെക്ഷൻ 100ൽ പെടാത്തവരെയും പരിശോധിക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക്, അതായത് പ്രിൻസിപ്പൽ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നു. ഓക്കെ. ഇനി ഇതിലെ ഒരു പ്രധാന കാര്യം, ഒരു സംരക്ഷണം പോലെ സെക്ഷൻ 102ൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വ്യക്തിയുടെ അവകാശമാണത്. അതെ. സെക്ഷൻ 102(1) അനുസരിച്ച് പരിശോധന തുടങ്ങുന്നതിന് മുൻപ് ആ വ്യക്തിക്ക് ആവശ്യപ്പെടാം, എന്നെ ഒരു ഗസറ്റഡ് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന്റെയോ മുന്നിൽ കൊണ്ടുപോകണമെന്ന്. ആവശ്യപ്പെട്ടാൽ കൊണ്ടുപോകണം. നിർബന്ധമായും ഉദ്യോഗസ്ഥൻ അനാവശ്യമായി താമസിപ്പിക്കാതെ കൊണ്ടുപോകണം. ഇതൊരു പ്രാക്ടിക്കൽ സൈഡ് എന്താണ്? ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറുടെയോ മുന്നിൽ വിഷയം വരുമ്പോൾ ഈ പറയുന്ന റീസൺ ടു ബിലീവ് ശരിയാണോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്താനൊരു അവസരം കിട്ടുന്നു. അവർക്ക് തോന്നുകയാണ് പരിശോധിക്കാൻ തക്ക കാരണമില്ല എന്ന്. അപ്പോ ആ വ്യക്തിയെ വിട്ടയക്കാൻ അവർക്ക് പറയാം. സെക്ഷൻ 102(3). അധികാര ദുർവിനിയോഗം തടയാൻ ഇത് സഹായിക്കും, അല്ലേ? തീർച്ചയായും. അതോടൊപ്പം പരിശോധന നടത്തുകയാണെങ്കിൽ തന്നെ 2 സാക്ഷികൾ വേണം. ശരി. പിടിച്ചെടുത്ത സാധനങ്ങളുടെ ലിസ്റ്റുണ്ടാക്കണം, സാക്ഷികൾ ഒപ്പിടണം. പിന്നെ സ്ത്രീകളെ പരിശോധിക്കാൻ പാടില്ല, സ്ത്രീ ഉദ്യോഗസ്ഥർ തന്നെ വേണം. സെക്ഷൻ 102(5). ഇതൊക്കെ ആ വ്യക്തിയുടെ അന്തസ്സ് സംരക്ഷിക്കാനാണ്. ഇനിയിപ്പോ ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു കടത്തുന്നൂന്നൊരു സംശയം വന്നാല് അതും ഈ സാധാരണ പരിശോധന പോലെയാണോ? അല്ലല്ല, അതിന് പ്രത്യേക വകുപ്പുണ്ട്. സെക്ഷൻ 103. ശരീരത്തിനുള്ളിൽ, അതായത് ബോഡി കാവിറ്റിയിൽ സാധനങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ തക്ക കാരണം റീസൺ ടു ബിലീവ് ഉണ്ടെങ്കിൽ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. അതെങ്ങനെയാണ്? അപ്പോ ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മുൻകൂർ അനുമതി വേണം സ്ക്രീനിംഗ് അല്ലെങ്കിൽ എക്സ്റേ പോലുള്ള പരിശോധനകൾ നടത്താൻ. നേരിട്ട് എക്സ്റേ എടുക്കാൻ പറ്റില്ല. നിയമം പറയുന്നത് ഒന്നുകിൽ ആ വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഓക്കെ. മജിസ്ട്രേറ്റിന് കാരണം ബോധ്യപ്പെട്ടാൽ അദ്ദേഹം എക്സ്റേ എടുക്കാൻ ഉത്തരവിടും. സെക്ഷൻ 103(3). അല്ലെങ്കിൽ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണറുടെ അനുമതിയോടെ സ്ക്രീൻ സ്കാൻ ചെയ്യാം. പക്ഷെ അതിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ അടുത്തുള്ള മജിസ്ട്രേറ്റിന് കൊടുക്കണം. സെക്ഷൻ 103(1). ഏതായാലും ഒരു മേൽനോട്ടമുണ്ട്. ഉണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ എക്സ്റേ ഒക്കെ എടുക്കുന്നത് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സാന്നിധ്യത്തിലേ പാടുള്ളൂ.
സെക്ഷൻ 1035. ആ അത് സുരക്ഷ ഉറപ്പാക്കാനാണ്. അതെ. ഇനി പരിശോധിക്കപ്പെടുന്നത് സ്ത്രീയാണെങ്കിൽ ഒരു വനിതാ ഡോക്ടറുടെ മേൽനോട്ടത്തിലേ പാടുള്ളൂ. സെക്ഷൻ 1036 പ്രൊവൈസോ. അപ്പോ വ്യക്തിയുടെ ആരോഗ്യത്തിനും അവകാശങ്ങൾക്കും നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശരി, വ്യക്തികളെ പരിശോധിക്കുന്നതുപോലെ തന്നെ സ്ഥലങ്ങൾ, വീടുകൾ, ഓഫീസുകളൊക്കെ പരിശോധിക്കാനും കസ്റ്റംസിന് അധികാരമുണ്ടല്ലോ. അതെങ്ങനെയാണ് സെക്ഷൻ 105 പ്രകാരം നടക്കുന്നത്? ഉണ്ട്. സെക്ഷൻ 105 അതാണ് പറയുന്നത്, ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് ഒരു പ്രത്യേക സ്ഥലത്ത് കണ്ടുകിട്ടാൻ സാധ്യതയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ കേസിന് ആവശ്യമുള്ള രേഖകളോ മറ്റു വസ്തുക്കളോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് റീസൺ ടു ബിലീവ് ഉണ്ടെങ്കിൽ. അതേ റീസൺ ടു ബിലീവ് തന്നെ. അതെ, അതേ വ്യവസ്ഥ തന്നെ. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വയം ആ സ്ഥലം പരിശോധിക്കാം, അല്ലെങ്കിൽ മറ്റൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ രേഖാമൂലം ചുമതലപ്പെടുത്താം, ഒരു ഓത്തറൈസേഷൻ കൊടുത്ത്. ഇത് വാറന്റ് പോലെയാണോ? ഒരു തരത്തിൽ അങ്ങനെ പറയാം. CRPC, അതായത് ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ പരിശോധന സംബന്ധിച്ച വ്യവസ്ഥകൾ ഇതിനും ബാധകമാണ്. പക്ഷെ ഒരു വ്യത്യാസം. CRPCയിൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നിടത്ത് ഇവിടെ പ്രിൻസിപ്പൽ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് കസ്റ്റംസ് എന്ന് കണക്കാക്കണം മേൽനോട്ടത്തിന്. സെക്ഷൻ 105(2). ഓക്കെ. ഇനി വാഹനങ്ങളുടെ കാര്യം. സെക്ഷൻ 106. റോഡിലോ കടലിലോ വിമാനത്തിലോ ഒക്കെ പരിശോധന നടത്താമോ? നടത്താം. സെക്ഷൻ 106 അതാണ് പറയുന്നത്. കള്ളക്കടത്തിന് ഉപയോഗിക്കുന്നു എന്ന് റീസൺ ടു ബിലീവ് ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏത് വാഹനവും, അതിൽ മൃഗങ്ങളെ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൃഗങ്ങളോ? അതെ, നിയമത്തിൽ ആനിമൽ എന്നും പറയുന്നുണ്ട്. അപ്പോ വാഹനം, മൃഗം, വിമാനം അല്ലെങ്കിൽ ഇന്ത്യൻ കസ്റ്റംസ് വാട്ടേഴ്സിലെ കപ്പൽ, ഇവയെല്ലാം തടഞ്ഞു നിർത്താനും പരിശോധിക്കാനും അതിലുള്ള സാധനങ്ങളും രേഖകളും പിടിച്ചെടുക്കാനും പ്രോപ്പർ ഓഫീസറിന് അധികാരമുണ്ട്. ഇനിയിപ്പോ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ലെങ്കിലോ? ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ വെടിവെക്കാനൊക്കെ നിയമത്തിൽ പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. പക്ഷെ അത് വളരെ എക്സ്ട്രീം സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ്. സെക്ഷൻ 106(2). എങ്ങനെയാണ് അതിന്റെ നടപടിക്രമം? ആദ്യം കപ്പൽ നിർത്താനോ വിമാനം നിലത്തിറക്കാനോ സിഗ്നൽ കൊടുക്കും. അനുസരിച്ചില്ലെങ്കിൽ പിന്തുടരാം. ഒരു മുന്നറിയിപ്പായി വെടിവെക്കാം, സിഗ്നൽ ഫയറിംഗ്. എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ അവസാന ശ്രമമെന്ന നിലയിൽ അത് നിർത്താൻ വേണ്ടി വെടിവെക്കാം. വാഹനങ്ങൾക്കും? അതെ, വാഹനങ്ങൾക്കും മൃഗങ്ങൾക്കും നേരെയും മറ്റു മാർഗങ്ങളൊന്നും ഫലിച്ചില്ലെങ്കിൽ ഈ അധികാരം ഉപയോഗിക്കാമെന്ന് നിയമം പറയുന്നു. ഇത് വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട അധികാരമാണ്. ഈ പരിശോധനകളൊക്കെ ഒരു പ്രത്യേക കുറ്റകൃത്യം സംശയിക്കുമ്പോഴാണല്ലോ. എന്നാൽ പൊതുവായി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ ഒരു ഓഡിറ്റ് പോലെ അതിനധികാരമുണ്ടോ? അതാണോ സെക്ഷൻ 106A? അതാണ് വ്യത്യാസം. സെക്ഷൻ 106A ഒരു ജനറൽ പവർ ഓഫ് ഇൻസ്പെക്ഷനാണ്. കസ്റ്റംസിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് ഒരു കസ്റ്റംസ് ബോണ്ടഡ് വെയർഹൌസ്, അവിടെ കയറി അവിടുത്തെ സ്റ്റോക്കും രേഖകളും പരിശോധിച്ച് എല്ലാം കസ്റ്റംസ് നിയമങ്ങൾ അനുസരിച്ചാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് സാധിക്കും. ഇത് സെക്ഷൻ 105 പോലെ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന സംശയത്തിന്റെ പുറത്തുള്ള തിരച്ചിലല്ല. അതൊരു റെഗുലേറ്ററി പരിശോധന പോലെയാണ്. അതെ, ഒരു മേൽനോട്ട അധികാരമാണ്. ഇനി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആളുകളെ ചോദ്യം ചെയ്യാനും തെളിവ് ശേഖരിക്കാനുമൊക്കെ നിയമം പറയുന്നുണ്ടല്ലോ. സെക്ഷൻ 107, 108 അതെന്താണ്? സെക്ഷൻ 107 അനുസരിച്ച് പ്രോപ്പർ ഓഫീസറിന് അന്വേഷണത്തിന്റെ ഭാഗമായി ആരെയും ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യപ്പെടുന്നയാള് സത്യം പറയാൻ ബാധ്യസ്ഥനാണ്. സാധാരണ ചോദ്യം ചെയ്യൽ പോലെ. അതെ. എന്നാൽ സെക്ഷൻ 108 കുറച്ചുകൂടി ഫോർമലാണ്, കൂടുതൽ ഗൗരവമുള്ളതാണ്. അതെന്താണ് വ്യത്യാസം? സെക്ഷൻ 108 പ്രകാരം ഒരു ഗസറ്റഡ് റാങ്കുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ താൻ നടത്തുന്നൊരു ഇൻക്വയറിയുടെ ഭാഗമായി തെളിവ് നൽകാനോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സോ മറ്റു വസ്തുക്കളോ ഹാജരാക്കാനോ ആവശ്യപ്പെട്ട് ആർക്കു വേണമെങ്കിലും സമൻസ് അയക്കാം. ഈ സമൻസിന് എന്ത് നിയമപ്രാധാന്യമാണുള്ളത്? ഇത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്ന പോലെയല്ലേ? അല്ല, അതിനേക്കാൾ വളരെ വലിയ നിയമപരമായ ഗൗരവമുണ്ട്. സെക്ഷൻ 108(4) പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണത്?
ഈ എൻക്വയറി, അതായത് സെക്ഷൻ 108 പ്രകാരമുള്ള അന്വേഷണം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPCയിലെ സെക്ഷൻ 193 തെറ്റായ തെളിവ് നൽകൽ, സെക്ഷൻ 228 ജുഡീഷ്യൽ നടപടികളെ തടസ്സപ്പെടുത്തൽ എന്നിവയുടെ ആവശ്യങ്ങൾക്ക് ഒരു ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓഹോ, അപ്പൊ കോടതി നടപടിക്ക് തുല്യമായ ഗൗരവം. അതെ, അതായത് ഈ അന്വേഷണത്തിൽ കള്ളം പറഞ്ഞാൽ അത് കോടതിയിൽ കള്ളസാക്ഷി പറയുന്നതിന് തുല്യമായ കുറ്റമാകും. സമൻസ് കിട്ടിയാൽ ഹാജരാകണം, സത്യം പറയണം, ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കണം. അതിന് നിയമപരമായ ബാധ്യതയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധികാരമാണല്ലോ. തീർച്ചയായും. ഇനി സെക്ഷൻ 108A പറയുന്നത് കേട്ടാൽ അതിശയം തോന്നും. ഒരുപാട് സ്ഥാപനങ്ങൾക്ക് കസ്റ്റംസിന് വിവരം കൊടുക്കാൻ ബാധ്യതയുണ്ട് എന്ന്. ആരൊക്കെയാണ് ഈ ലിസ്റ്റിൽ വരുന്നത്? അതൊരു വലിയ ലിസ്റ്റ് തന്നെയാണ്. ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, സംസ്ഥാന നികുതി വകുപ്പുകൾ, വാറ്റ്, സെയിൽസ് ടാക്സ് ഒക്കെ, ആദായ നികുതി വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ, പബ്ലിക് സെക്ടർ കമ്പനികൾ, കമ്പനി രജിസ്ട്രാർ, മോട്ടോർ വാഹന രജിസ്ട്രേഷൻ അതോറിറ്റി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റെയിൽവേ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, ഫോറിൻ ട്രേഡ് ഡയറക്ടറേറ്റ്, RBI, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ എന്ത് വിവരമാണ് കൊടുക്കേണ്ടത്? ഇവരുടെ കയ്യിലുള്ളതും കസ്റ്റംസ് നിയമം നടപ്പാക്കുന്നതിന് പ്രസക്തമാണെന്ന് പ്രോപ്പർ ഓഫീസറിന് തോന്നുന്നതുമായ ഏത് വിവരവും ആവശ്യപ്പെട്ടാൽ ഇവർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കൊടുത്തില്ലെങ്കിൽ അതിനും വ്യവസ്ഥയുണ്ട്. സെക്ഷൻ 108B. നോട്ടീസ് കിട്ടിയിട്ടും നിശ്ചിത സമയത്തിനുള്ളിൽ വിവരം കൊടുത്തില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും 100 രൂപ വെച്ച് പിഴ ചുമത്താൻ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. അന്വേഷണം സുഗമമാക്കാനാണ് ഈ വ്യവസ്ഥ. അന്വേഷണത്തിലെ മറ്റൊരു രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. സെക്ഷൻ 109A, കൺട്രോൾഡ് ഡെലിവറി. എന്താണ് ഈ സങ്കേതം? അതൊരു ആധുനിക അന്വേഷണ തന്ത്രമാണ്. കൺട്രോൾ ഡെലിവറി അതെന്താണ്? കള്ളക്കടത്ത് പോലുള്ള കുറ്റകൃത്യങ്ങളുടെ പിന്നിലുള്ളവരെ മുഴുവൻ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു രീതിയാണിത്. ഇപ്പോ സംശയാസ്പദമായൊരു കൺസൈൻമെന്റ്, ചിലപ്പോൾ മയക്കുമരുന്നാവാം, അത് പിടികൂടുന്നതിനു പകരം കസ്റ്റംസിന്റെ രഹസ്യ നിരീക്ഷണത്തോടെ അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ അനുവദിക്കും. എന്തിനാണത്? അതാർക്കാണ് എത്തുന്നത്? ആരാണത് കൈപ്പറ്റുന്നത്? ഇതിന്റെ പിന്നിലുള്ള ശൃംഖലയിലെ മറ്റാളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ കണ്ടെത്താൻ. ഇത് ഇന്ത്യയ്ക്കകത്തേക്കും പുറത്തേക്കുമാകാം. ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികളുമായി സഹകരിച്ചായിരിക്കും ഇത് ചെയ്യുക. ഇതൊരു ഇന്റലിജൻസ് ഓപ്പറേഷൻ പോലെയാണ്. അതെ, കുറ്റകൃത്യത്തിന്റെ ഉറവിടം വരെ എത്താൻ ഇത് സഹായിക്കും. ശരി, ഇത്രയും അധികാരങ്ങൾക്കൊപ്പം ഏറ്റവും ഗൗരവമുള്ള ഒന്ന്, അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം. സെക്ഷൻ 104. എപ്പോഴാണ് കസ്റ്റംസ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്? ചില പ്രത്യേക കുറ്റങ്ങൾ, അതായത് സെക്ഷൻ 132 തെറ്റായ ഡിക്ലറേഷൻ കൊടുക്കുക, 133 ഉദ്യോഗസ്ഥനെ തടസ്സപ്പെടുത്തുക, 135 ഡ്യൂട്ടി വെട്ടിപ്പ് അല്ലെങ്കിൽ നിരോധിത സാധനങ്ങൾ കടത്തുക, 135A അതിനുള്ള ശ്രമം, 136 ഉദ്യോഗസ്ഥർ തന്നെ ചെയ്യുന്ന കുറ്റങ്ങൾ. ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കാൻ തക്ക കാരണം, റീസൺ ടു ബിലീവ് ഉണ്ടെങ്കിൽ പ്രിൻസിപ്പൽ കമ്മീഷണറോ അധികാരപ്പെടുത്തിയ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. സെക്ഷൻ 104(1). അറസ്റ്റ് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യണം? അറസ്റ്റ് ചെയ്ത കാരണം ഉടൻ ആ വ്യക്തിയെ അറിയിക്കണം. പിന്നെ അനാവശ്യമായി വൈകിപ്പിക്കാതെ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കണം. സെക്ഷൻ 104(2). ഈ കസ്റ്റംസ് കുറ്റങ്ങളെല്ലാം ഒരേപോലെയാണോ? അതായത് പോലീസിന് കോഗ്നിസബിൾ, നോൺ കോഗ്നിസബിൾ എന്നൊക്കെ ഉള്ളതുപോലെ ജാമ്യം കിട്ടുന്നതും കിട്ടാത്തതും? അല്ല, വ്യത്യാസങ്ങളുണ്ട്. സെക്ഷൻ 104(4), 5, 6 എന്നിവ അത് വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാന വ്യത്യാസങ്ങൾ? പ്രധാനമായിട്ടും നിരോധിത സാധനങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപയിൽ കൂടുതൽ ഡ്യൂട്ടി വെട്ടിപ്പ് നടത്തിയാൽ അത് കോഗ്നിസബിളാണ്. കോഗ്നിസബിൾ എന്ന് വെച്ചാൽ വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം. മറ്റു കുറ്റങ്ങൾ നോൺ കോഗ്നിസബിളാണ്, അതായത് വാറന്റ് വേണം. ജാമ്യത്തിന്റെ കാര്യമോ? നോൺ ബൈലബിൾ ഏതൊക്കെയാണ്? സെക്ഷൻ 104 അത് പറയുന്നുണ്ട്. വലിയ തുകയുടെ, അതായത് 50 ലക്ഷത്തിന് മുകളിലുള്ള ഡ്യൂട്ടി വെട്ടിപ്പ്, ചില പ്രത്യേക നിരോധിത സാധനങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ, ഡിക്ലെയർ ചെയ്യാതെ 1 കോടി രൂപയിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങൾ കടത്തുന്നത്, ഇങ്ങനെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രധാനമായും നോൺ ബെയിലബിൾ ആകുന്നത്. അപ്പോ ജാമ്യം കിട്ടാൻ പ്രയാസമായിരിക്കും. അതെ, അല്ലാത്ത കുറ്റങ്ങൾ ബെയിലബിളാണ്. ജാമ്യം നൽകുന്ന കാര്യത്തിൽ CRPC അനുസരിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ ഓഫീസർക്കുള്ള അതേ അധികാരങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥനും ഉണ്ടാകും. സെക്ഷൻ 104(3). ഓക്കെ, അപ്പോ പരിശോധന കഴിഞ്ഞു,
അറസ്റ്റ് കഴിഞ്ഞു. ഇനി സാധനങ്ങൾ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. സീജർ സെക്ഷൻ 110 അതാണോ? അതെ, സെക്ഷൻ 110 സീജറിനെ കുറിച്ച് പറയുന്നത്. ഏതെങ്കിലും സാധനങ്ങൾ ഈ നിയമപ്രകാരം കണ്ടുകെട്ടാൻ ബാധ്യതപ്പെട്ടതാണ്, ലയബിൾ ടു കോൺഫിസ്കേഷൻ ആണ് എന്ന് പ്രോപ്പർ ഓഫീസറിന് റീസൺ ടു ബിലീവ് ഉണ്ടെങ്കിൽ ആ സാധനങ്ങൾ പിടിച്ചെടുക്കാം. സാധനങ്ങൾ മാത്രമല്ലേ? അല്ല, കേസിന് സഹായകമായേക്കാവുന്ന ഡോക്യുമെന്റ്സോ മറ്റു വസ്തുക്കളോ ഉണ്ടെങ്കിൽ അതും പിടിച്ചെടുക്കാൻ അധികാരമുണ്ട്. സെക്ഷൻ 110(1). ഈ പിടിച്ചെടുത്ത സാധനങ്ങൾ എന്ത് ചെയ്യും? എപ്പോഴും ഓഫീസിലേക്ക് കൊണ്ടുപോകുമോ? സാധാരണ കൊണ്ടുപോകും, പക്ഷെ ചിലപ്പോൾ കൊണ്ടുപോകാൻ പ്രായോഗികമല്ലാത്ത സാധനങ്ങളുണ്ടാവാം, വലിയ മെഷീനറിയൊക്കെ പോലെ. ശരിയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതെവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ തടഞ്ഞുവെക്കാൻ, ഡീറ്റെയിൻ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ഉടമസ്ഥനോട് അത് മാറ്റരുതെന്ന് നിർദ്ദേശിക്കാം. സെക്ഷൻ 110(1) പ്രൊവിസോ. ചില സാധനങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ടാകുമല്ലോ. ഉണ്ടാകും, അതിനും വ്യവസ്ഥയുണ്ട്. പെട്ടെന്ന് നശിക്കുന്നതോ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളതോ അതുമല്ലെങ്കിൽ സർക്കാർ പ്രത്യേകം വിജ്ഞാപനം ചെയ്യുന്നതുമായ സാധനങ്ങളാണെങ്കിൽ ചില നടപടിക്രമങ്ങൾ പാലിച്ച്, അതായത് അതിന്റെ ഇൻവെന്ററി എടുത്ത്, ഫോട്ടോ എടുത്ത്, ആവശ്യമെങ്കിൽ സാമ്പിൾ എടുത്ത് മജിസ്ട്രേറ്റിന് വിവരമറിയിച്ച് അത് ഉടൻ തന്നെ വിൽക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ വ്യവസ്ഥയുണ്ട്. സെക്ഷൻ 110(1)(a), 1b. ഇങ്ങനെ പിടിച്ചുവച്ച സാധനങ്ങൾ എത്ര കാലം കസ്റ്റംസിന്റെ കയ്യിലിരിക്കും? അത് എന്തെങ്കിലും തിരികെ കിട്ടുവോ? അതിനൊരു സമയപരിധിയുണ്ട്. സാധാരണയായി സാധനങ്ങൾ പിടിച്ചെടുത്ത് 6 മാസത്തിനകം സെക്ഷൻ 124 പ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ്, ഷോ കോസ് നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ ആ സാധനങ്ങൾ തിരികെ കൊടുക്കണം. 6 മാസം? അതെ. ഇനി മതിയായ കാരണമുണ്ടെങ്കിൽ ഈ 6 മാസം എന്നുള്ളത് ഒരു 6 മാസം കൂടി നീട്ടാൻ പ്രിൻസിപ്പൽ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണറിന് അധികാരമുണ്ട്. സെക്ഷൻ 110(2). അതിനപ്പുറം നീട്ടണമെങ്കിൽ സാധാരണഗതിയിലെ കോടതിയുടെ ഇടപെടൽ വേണ്ടിവരും. ഈ കേസൊക്കെ തീർന്ന് അന്തിമ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാതെ ഈ പിടിച്ചെടുത്ത സാധനങ്ങൾ ഒരു വണ്ടിയോ മറ്റോ ആണെങ്കിൽ അത് വിട്ടുകിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. അതിനാണ് സെക്ഷൻ 110(a) പ്രൊവിഷണൽ റിലീസ്. അതെന്താണ്? കേസിന്റെ അന്തിമ തീരുമാനം, അഡ്ജുഡിക്കേഷൻ വരുന്നതുവരെ കാത്തിരിക്കാതെ പിടിച്ചെടുത്ത സാധനങ്ങളോ അല്ലെങ്കിൽ രേഖകളോ വസ്തുക്കളോ താൽക്കാലികമായി വിട്ടുനൽകാൻ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക്, അതായത് തീർപ്പ് കൽപ്പിക്കുന്ന അധികാരിക്ക് അധികാരമുണ്ട്. വെറുതെ വിട്ടുകൊടുക്കുവോ? അല്ല, അതിന് ഉചിതമായ ബോണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെക്യൂരിറ്റിയോ ഉടമസ്ഥൻ നൽകേണ്ടിവരും. ഇത് വലിയൊരാശ്വാസമാണ് പലപ്പോഴും. ഇതുപോലെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ പറ്റുമോ? അതും വിട്ടുകിട്ടോ? പറ്റും. സെക്ഷൻ 110(a) പ്രകാരം അന്വേഷണത്തിന്റെ ഭാഗമായി കമ്മീഷണർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിക്കാൻ, പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് ചെയ്യാൻ ഉത്തരവിടാം. ഇത്ര കാലത്തേക്ക്? സാധാരണ 6 മാസത്തേക്കാണ്. അത് പിന്നീട് കമ്മീഷണർക്ക് തന്നെ ഒരു 6 മാസം കൂടി നീട്ടാം. അങ്ങനെ പരമാവധി 2 വർഷം വരെ പോകാം. ഈ മരവിപ്പിച്ച അക്കൗണ്ടും നേരത്തെ പറഞ്ഞ പോലെ താൽക്കാലികമായി വിട്ടുകിട്ടോ? കിട്ടും. സെക്ഷൻ 110(a) അനുസരിച്ച് ഈ മരവിപ്പിച്ച അക്കൗണ്ടും ഉചിതമായ വ്യവസ്ഥകളോടെ താൽക്കാലികമായി റിലീസ് ചെയ്യാൻ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അധികാരമുണ്ട്. അപ്പോൾ നമ്മളിന്ന് കസ്റ്റംസ് നിയമത്തിലെ അധ്യായം 13-ലെ പ്രധാന അധികാരങ്ങൾ, അതായത് തിരച്ചിൽ, പിടിച്ചെടുക്കൽ, അറസ്റ്റ്, ഇതൊക്കെ വിശദമായി സംസാരിച്ചു. ഒരു കാര്യം വ്യക്തമാണ്, നിയമലംഘനം തടയാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വളരെ ശക്തമായ അധികാരങ്ങൾ നിയമം നൽകുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. പക്ഷേ അതോടൊപ്പം തന്നെ റീസൺ ടു ബിലീവ് എന്ന നിബന്ധന, മജിസ്ട്രേറ്റിന്റെ മേൽനോട്ടം, ഗസറ്റഡ് ഓഫീസർക്ക് മുന്നിൽ ഹാജരാകാനുള്ള അവകാശം, സാക്ഷികളുടെ സാന്നിധ്യം, സ്ത്രീകളുടെ കാര്യത്തിലെ പ്രത്യേക പരിഗണന, ഇങ്ങനെ ഒരുപാട് സംരക്ഷണ കവചങ്ങളും നിയമം നൽകുന്നുണ്ട്. അതെ, അതൊരു ബാലൻസ് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഓരോ അധികാരപ്രയോഗത്തിനും വ്യക്തമായ നടപടിക്രമങ്ങളും അതിർവരമ്പുകളും നിയമം വെച്ചിട്ടുണ്ട്. സെക്ഷൻ 110-ലെ 6 മാസത്തെ സമയപരിധി, സെക്ഷൻ 110(a)-ലെ താൽക്കാലിക വിടുതൽ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. സെക്ഷൻ 108 പ്രകാരമുള്ള മൊഴിയെടുക്കലിനെ ജുഡീഷ്യൽ നടപടിയുടെ ഗൗരവം നൽകുന്നതും ശ്രദ്ധേയമാണ്. ശരിയാണ്. നിയമനിർവഹണത്തിന്റെ കാര്യക്ഷമതയും പൗരന്റെ അവകാശ സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നിയമം ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ച അധികാരങ്ങളൊക്കെ
പ്രധാനമായും ഭൗതികമായ വസ്തുക്കൾ, ഫിസിക്കൽ ഗുഡ്സ്, പിന്നെ വ്യക്തികൾ, സ്ഥലങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടാണ്, അല്ലേ? അതെ. എന്നാൽ ഇന്നത്തെ കാലത്ത്, ഡിജിറ്റൽ ലോകത്ത്, കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് അല്ലേ? ഒരു ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ പരിശോധിക്കുന്നത്, അതിലെ ഡേറ്റ പിടിച്ചെടുക്കുന്നത്, ഇതിനൊക്കെ നിലവിലുള്ള സെക്ഷൻ 105 സ്ഥലപരിശോധന, 106 വാഹന പരിശോധന, 110 സാധനങ്ങൾ പിടിച്ചെടുക്കൽ എന്നിവയുടെ നിർവചനങ്ങൾ മതിയോ? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഡിജിറ്റൽ തെളിവുകൾ, ഇലക്ട്രോണിക് ഡാറ്റ എന്നിവ കൈകാര്യം ചെയ്യാൻ നമ്മുടെ കസ്റ്റംസ് നിയമം എത്രത്തോളം സജ്ജമാണ്? അതോ ഇതിന് പുതിയ ഭേദഗതികൾ ആവശ്യമായി വരുമോ? ഇത് നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. നന്ദി.